ഇവിടെയുള്ള വലിയൊരു ആരോപണം എന്താ? ഇതാ കരിമണൽ സ്വകാര്യവൽക്കരിക്കാൻ പോകുന്നു. സർ, ഈ ബജറ്റിൽ എവിടെയാണ് സാർ കരിമണൽ സ്വകാര്യവൽക്കരിക്കുമെന്ന് പറഞ്ഞിട്ടുള്ളത്? സർ, സദേൺ എക്കണോമിക് കോറിഡോറിനെ പറ്റി പറഞ്ഞിരിക്കുന്ന സ്ഥലത്താണ് ഈ ദക്ഷിണ കേരള സാമ്പത്തിക ഇടനാഴി ശക്തമായൊരു സമ്മിശ്ര സമ്പദ് വ്യവസ്ഥ സൃഷ്ടിക്കുകയും സ്വകാര്യ നിക്ഷേപം ആകർഷിക്കുകയും ഭാവിയിൽ രാജ്യത്തിന്റെ തന്നെ തന്ത്രപ്രധാനവും സമുദ്രബന്ധിതവുമായ വികസന മേഖലകളിൽ മുൻനിര സ്ഥാനത്തെത്തിക്കുമെന്ന്. എവിടെയെങ്കിലും ഞങ്ങള് പ്രൈവറ്റൈസ് ചെയ്യുന്നു പറഞ്ഞിട്ടുണ്ടോ? ഇല്ലാത്തതാണ് കഥകൾ. കഥകളാണ് പ്രചരിപ്പിക്കുന്നത്. മനസ്സിലായില്ലേ? ഈ നാട് മുഴുവൻ പ്രചരിപ്പിക്കുക കരിമണൽ സ്വകാര്യവൽക്കരിക്കാൻ പോകുന്നു. ഞാൻ പറഞ്ഞ വാചകം ഇവിടെ കോട്ട് ചെയ്തു ഇല്ലേ? ബഹുമാനപ്പെട്ട മുൻ ധനകാര്യമന്ത്രി കരിമണലിനെ കുറിച്ചുള്ള പോളിസിയെ കുറിച്ച് പറഞ്ഞ വാചകം 2024 പറഞ്ഞത് ഞാൻ ആവർത്തിച്ചു പറയുന്നു. വാക്കുമാറില്ല, യു ടേൺ ഇല്ല, ആ വാക്കിൽ ഉറച്ചു നിൽക്കുന്നു. എന്താണ് ക്രിട്ടിക്കൽ മിനറൽ കോറിഡോർ? കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റും കൂടി സംയുക്തമായി നടപ്പിലാക്കുന്ന പദ്ധതിയാണ്. സംയുക്തമായി ഒരുമിച്ച്. ആരൊക്കെയാണ് ഇതിൽ പങ്കാളികൾ? കൺസോർഷ്യമാണ്. കേന്ദ്ര ഗവൺമെന്റ് സ്ഥാപനം കോൾ ഇന്ത്യ ലിമിറ്റഡ്, കേരളത്തിലെ ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനം KMML, കേരളത്തിന്റെ കെൽട്രോൺ, ടൈറ്റാനിയം ആൻഡ് NFTDC കേന്ദ്രത്തിന്റെ ഈ കേന്ദ്ര സംസ്ഥാന പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഒരുമിച്ച് ചേർന്നുള്ള ഒരു കൺസോർഷ്യം. അവിടെ ഒരു പ്രൈവറ്റൈസേഷനും ഇല്ല, മൈനിങ് ഇല്ല. സർ, മൈനിങ് ഇല്ല. ഈ മെറ്റീരിയൽസ് വാല്യൂ അഡീഷൻ ആണ്. വാല്യൂ അഡീഷൻ. ആ വാല്യൂ അഡീഷൻ ചെയ്താൽ ആയിരക്കണക്കിന് കോടി രൂപ കിട്ടും. അത് കേന്ദ്ര ഗവൺമെന്റിന്റെ പോളിസി കൂടി അനുസരിച്ച് ആ ക്രിട്ടിക്കൽ മിനറൽ കോറിഡോർ ഞങ്ങൾ ഉണ്ടാക്കും. എല്ലാം കേന്ദ്ര സംസ്ഥാന പൊതുമേഖലാ സ്ഥാപനങ്ങൾ. സർ, കഥയുണ്ടാക്കാം. ഇല്ലാത്ത കഥകൾ ഉണ്ടാക്കുകയാണ്. ഇല്ലാത്ത കഥകൾ. ഒരു വാചകം ഈ ബജറ്റിലില്ല. ഒരു വാചകം. എന്നിട്ട് പറയാണ് VD സതീശൻ മുഖ്യമന്ത്രിയായി, നയം യു ടേണായി, കരിമണൽ ഇതാ കംപ്ലീറ്റ് സ്വകാര്യവൽക്കരിക്കാൻ പോവുകയാണ്. ആലപ്പുഴയിൽ പ്രശ്നമാണ്. ആലപ്പുഴയിൽ വാരാൻ കൊടുത്ത ആരാ കരിമണൽ കൊണ്ടുപോകുന്നത്? ആരാ കൊണ്ടുപോകുന്നത് ആ കരിമണൽ? എന്നെ കൊണ്ട് പറയിക്കല്ലേ. ഇതാണ് ഞങ്ങളുടെ നയം.